കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. അന്വേഷണം തൃപ്തികരമല്ലെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി. അതേസമയം രണ്ടാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം അനുവദിച്ചു. നേരത്തെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത്. ഇതിൽ ആശങ്ക ഉണ്ടെന്നായിരുന്നു അബിഗെയിലിന്റെ പിതാവ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. നവംബർ 27-ാം തീയതിയായിരുന്നു അബിഗെയിൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെ കൊല്ലം ഓയൂരിൽ നിന്ന് കാണാതാകുന്നത്. തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളും അതോടൊപ്പം മലയാളി സമൂഹം ഒന്നടങ്കം ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാനം മുഴുവൻ ഉറക്കളച്ച് തെരച്ചിലിന്റെ ഭാഗമാകുകയായിരുന്നു. കാരണം ഈ കുട്ടിയെ സുരക്ഷിതയായി കണ്ടെത്തുന്നതിന് വേണ്ടി അങ്ങനെയാണ് കൊല്ലത്തെ ആശ്രമ മൈതാനത്ത് നിന്ന് കുട്ടിയെ അവശ നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ചാത്തന്നൂർ സ്വദേശികളായ പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, അവരുടെ മകൾ, ഇവരെ 3 പേരെയും തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ഇവിടേക്ക് എത്തിക്കുന്നു. കൊല്ലത്ത് പോലീസ് ക്ലബിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ, അതായത് അദ്ദേഹമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കഥയുണ്ട്. അത് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോഴും ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ടൊരു കഥയല്ല. ആ കഥയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന് തേടി നമ്മൾ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന കോടതിയുടെ നിർണായകമായ ഇടപെടലിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ പിതാവ് റെജി ജോൺ, അദ്ദേഹം നഴ്സിംഗ് അസോസിയേഷന്റെ ഒരു ഭാരവാഹിയായിരുന്നു, ജില്ലാ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം നമ്മളോട് അന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിന് മുഴുവൻ ഒരു ആശങ്കയുണ്ട്. ദിവസവും ഒരു തവണയെങ്കിലും ഒരാൾ വീതം എന്തായി ആ കേസിന്റെ കാര്യമെന്ന് തന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. ഈ 3 പേരല്ല, അതിനപ്പുറത്തേക്ക് ഒരു പുരുഷൻ കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ അബിഗെയിൽ സാറയുടെ സഹോദരൻ ജോനാഥൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിൽ പക്ഷേ വിശദമായ അന്വേഷണം നടത്തിയില്ല. അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ADGPയോട് ചോദിച്ചപ്പോൾ അത് കുട്ടിയുടെ തോന്നൽ മാത്രമാകാമെന്ന് പറഞ്ഞു വിടുകയായിരുന്നു. അന്വേഷണ സംഘമാണ് പറയുന്നത് 4ാമതൊരു വ്യക്തി ഇല്ല എന്നുള്ളത്. ഞാനിപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാര്യം എന്റെ ഒരു കുഞ്ഞല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പേരില് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവര് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പോകാതെ അന്വേഷണം യഥാർത്ഥമായി പറഞ്ഞാൽ കുറച്ചും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും എത്തിച്ചേർന്നേ. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഈ കുടുംബം റെജി ജോൺ നേരിട്ടിട്ടുണ്ട് എന്നാണ് പരോക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു ഘട്ടത്തിൽ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല ഈ വാർത്ത പുറത്തെത്തിയത് എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യങ്ങളുണ്ടായി. അതൊരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം. ഇപ്പോഴും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ മനസ്സ് തുറന്നാണ് പറഞ്ഞത്. പൊതുസമൂഹത്തിന് മുഴുവൻ ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ. ജോനാഥൻ അന്നു മുതൽ പറഞ്ഞതാണ്,